എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ ദൈവത്തിനു മുൻപിൽ നമ്മളായിരിക്കുക. ദൈവകരുണയുടെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയുടെ തിരുനാൾ നാളെ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഇത് ദൈവകരുണയുടെ അവസാന മണിക്കൂറാണ്. കർത്താവിൻ്റെ കരുണയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവനീതിയുടെ സമയം സമാഗതമാകാൻ പോകുന്നു. കാലത്തിൻ്റെ പ്രത്യേകതകളും ആനുകാലിക വിഷയങ്ങളും ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് ദൈവകരുണയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഹൃദയം നുറങ്ങി കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം, ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കേണ്ട നാളുകളാണ്. ഇന്ന് ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ് സഹോദരങ്ങളെ. ദൈവകരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല. നമ്മൾ ആരാണെങ്കിലും എങ്ങനെയുള്ളവരാണെങ്കിലും എന്തൊക്കെ ആത്മീയം ഭൗതികമായ നന്മകളാൽ നമ്മൾ സമ്പന്നരാണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ്, ദൈവ കരുണയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കാലത്തെ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പ്രകാരം പറഞ്ഞു: ഈ നാളുകൾ വിശുദ്ധീകരണത്തിൻ്റെയും ദൈവകരുണയുടെയും സമയമാണ്. സാഹചര്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് സഭയുടെയും ലോകത്തിൻ്റെയും ചരിത്രത്തിലെ നിർണായകമായ ഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കു വേണ്ടി യാചിക്കുക. എത്ര ശക്തമായ വാക്കുകളാണ്! ഞാൻ വിശ്വസിക്കുന്നു ഇത് പ്രവചനാത്മകമായ വാക്കുകളാണ്. കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭ മക്കളോട് പറയാണ്: ലോകത്തിൻ്റെയും സഭയുടെയും നിർണായകമായ ഈ സമയങ്ങളിൽ ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു. കാരണം ലോകത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കർത്താവിൻ്റെ കരുണയാണ്. തിരുസഭയ്ക്കും ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവകരുണയാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഇത് കരുണയുടെ സമയമാണ്, ഇത് ദൈവകരുണയുടെ സമയമാണ്. കരുണയ്ക്ക് വേണ്ടി ദൈവജനം കണ്ണുനീരോടെ ഹൃദയം നുറങ്ങി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. സഹോദരങ്ങളെ, ഈ അടയാളം നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും പ്രകൃതിക്ഷോഭങ്ങളും സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള ദൈവനിന്ദകളും വിശ്വാസത്യാഗങ്ങളും സ്നേഹരാഹിത്യവും വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങളും പാപമ്ലേച്ഛതയുടെ അതിപ്രസരങ്ങളെല്ലാം എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് ദൈവകരുണയുടെ അവസാന മണിക്കൂറാണ്. നമ്മൾ ആ നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് മാനവരാശിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ കാരുണ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ഈ ലോകത്തിന് ഈശോയ്ക്ക് നൽകുവാനുള്ള അവസാനത്തെയും ഒടുവിലത്തെയും അടയാളമാണ് ദൈവകരുണ. ദൈവകരുണയുടെ അപ്പോസ്തലയായ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് ആവർത്തിച്ച് പറയുന്നൊരു സത്യമുണ്ട്: എൻ്റെ മകളെ, എൻ്റെ അവസാന വരവിനായി നീ ലോകത്തെ ഒരുക്കുക. എൻ്റെ പ്രത്യാഗമനത്തിനായി ഈ ലോകത്തെ ഒരുക്കുക ഞാൻ നൽകുന്ന അവസാനത്തെ അടയാളമാണ് എൻ്റെ കരുണ. 429 ആ നമ്പറിൽ വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ്:
ലോകത്തെ എൻ്റെ അവസാന വരവിന് വേണ്ടി നീ ഒരുക്കണം. ലോകത്തോട് എൻ്റെ കരുണയെപ്പറ്റി നീ സംസാരിക്കണം. ഈ ലോകത്തിന് ഇനി ഒരു അടയാളം നൽകാനില്ല സഹോദരങ്ങളെ. ഈ ലോകത്തിൻ്റെ അനുതാപത്തിനും മാനസാന്തരത്തിനും വേണ്ടി കർത്താവ് നൽകുന്ന അവസാനത്തെ അടയാളമാണ് തൻ്റെ കരുണ എന്ന് വിശുദ്ധ മറിയ ഫൗസ്റ്റീനെ യേശു അറിയിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കരുണയിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരിക. എൻ്റെ കാരുണ്യത്തെപ്പറ്റി നീ ലോകത്തോട് പ്രഘോഷിക്കുക. ദൈവകരുണയുടെ തിരുനാൾ നാളെ നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നൽകിയ ഈ പ്രവചന സന്ദേശം നമ്മുടെ ആത്മാവിൽ പ്രകാശിതമാകട്ടെ. എൻ്റെ കരുണയിലേക്ക് നീ ആത്മാക്കളെ നയിക്കുക. എൻ്റെ പ്രത്യാഗമന തൊട്ട് മുൻപായി ലോകത്തിന് നൽകുന്ന എൻ്റെ അവസാനത്തെ അടയാളമാണ് എൻ്റെ കരുണ. വെളിപാട് പുസ്തകം 10-ാം അധ്യായം 6-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആകാശം അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ടു, ആ ദൂതൻ ആണയിട്ട് പറയാണ്, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ലോകത്തിനും സഭയുടെയും ഈ നിർണയിക്കപ്പെട്ട സമയം തിരിച്ചറിഞ്ഞ് ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കുക. സഭയ്ക്കും ഇത് നിർണായക സമയമാണ്. ലോകത്തിനും ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരേണ്ട സമയം, ദൈവകരുണയെക്കുറിച്ച് ഈ കാലഘട്ടത്തോട് പ്രഘോഷിക്കേണ്ട സമയം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജോയൽ പ്രവചനം 2:12 പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. കർത്താവിൻ്റെ വേദനയാണ് ഈ വചനത്തിലൂടെ ആത്മാവ് അറിയിക്കുന്നത്. നിങ്ങൾ എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. വിലാപത്തോടെ, ഉപവാസത്തോടെ, നെടുവീർപ്പോടെ എന്ന് പറഞ്ഞാൽ എന്താണ് വചനം പറയുന്നത്? അനുതാപ ഹൃദയത്തോടെ നീ എൻ്റെ സന്നിധിയിലേക്ക് വരിക, എൻ്റെ സന്നിധിയിലേക്ക് വരിക. സഹോദരങ്ങളെ, ഇത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സമയമാണ്. ദൈവകരുണ നമ്മോട് ആവശ്യപ്പെടുന്നത് അനുതാപവും മാനസാന്തരവുമാണ്. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, റോമക്കാർക്ക് ലേഖനം 13:11 തിരുവചനം പറയുന്നു, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യാഗമനം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും അത് കൂടുതൽ അടുത്തെത്തിയിരിക്കുകയാണ്. ദൈവകരുണയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞ സഹോദരങ്ങളെ, നമ്മളതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടതും ദൈവകരുണയെ ഉദ്ഘോഷിക്കേണ്ടതും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കേണ്ടതും നാശത്തിലേക്ക് പോകുന്ന ഒരു ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാശ്ചിത്തം ചെയ്യേണ്ടതും ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വേണം. ഇനി ഒത്തിരി നൂറ്റാണ്ടുകളെ സഹസ്രാബ്ദങ്ങൾ നമുക്കായി കാത്തിരിക്കുന്നില്ല. കർത്താവിൻ്റെ പ്രത്യാഗമനം അതൊരു കെട്ടുകഥയല്ല, അതൊരു മാനുഷിക ഭാവന സൃഷ്ടിയല്ല, അത് ഏതെങ്കിലും വ്യക്തിയുടെ ഒരു വ്യക്തിപരമായ വെളിപാടല്ല. അത് കർത്താവായ യേശുവിൻ്റെ സത്യപ്രബോധനമാണ്. അത് അപ്പോസ്തലന്മാർ വിശ്വസിച്ചു, അത് സഭയെ പഠിപ്പിച്ചു. വിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യമാണ്, വിശ്വാസത്തിൻ്റെ പ്രബോധനമാണ് കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം.
നമ്മൾ ഈ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രാധാന്യത നല്ലതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി കഥ പറഞ്ഞിരിക്കാൻ നമുക്ക് നേരമില്ല. എൻ്റെ കരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരിക. വേദനയോടെ കർത്താവ് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ കരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരിക. എൻ്റെ വീണ്ടും വരവിനായി നീ ലോകത്തെ ഒരുക്കണം, നീ ലോകത്തെ സജ്ജമാക്കണം. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുവാനുള്ള പ്രധാന വഴി ദൈവകരുണ പ്രഘോഷിക്കുക. ദൈവകരുണയ്ക്ക് വേണ്ടി ലോകം മുഴുവനും കർത്താവിൻ്റെ കാരുണ്യം ഒഴുകപ്പെടുവാൻ നമ്മൾ ലോകത്തിനു വേണ്ടി, എല്ലാ ജനതകൾക്കു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. സഭയ്ക്ക് വേണ്ടി ദൈവകരുണ യാചിക്കുക. അതിനുള്ള സമയമാണ് ഈ കരുണയുടെ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞു, 846 ഖണ്ഡികയിലാണ് 48, ദൈവകരുണ അന്ത്യകാലത്തിനുള്ള എൻ്റെ അടയാളമാണ്. അതിനുശേഷം എൻ്റെ നീതിയുടെ ദിനം വരും. എൻ്റെ കരുണയിലേക്ക് അവരെ കൊണ്ടുവരിക. ദൈവകരുണ ഈ കാലത്തിനുള്ള അടയാളം, അന്ത്യകാലത്തിനുള്ള അടയാളം. സഹോദരങ്ങളെ, ഒരു ഫൈനൽ അവറിലേക്ക് കടക്കുകയാണ്. ഈ കാലത്തിനുള്ള, അന്ത്യകാലത്തിനുള്ള അടയാളമാണിത്. അതിനുശേഷം എൻ്റെ നീതി ആഗതമാകുമെന്ന് കർത്താവ് പറയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ പ്രത്യാഗമന തൊട്ട് മുൻപുള്ള ആ ഒരു സമയങ്ങളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യാഗമനം, ഈ ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വിചാരം നമുക്കുണ്ടാകണം, പ്രത്യാശ നമുക്കുണ്ടാകണം. ദൈവത്തിന് ജനം വളരേണ്ടത് ഈ പ്രത്യാശയിലാണ്. മാറാനാത്ത ആദിമ സഭ ഈ പ്രത്യാശയുടെ ജനമായിരുന്നു. വിശ്വാസത്തിനു വേണ്ടി രക്തം ചിന്തി മരിക്കുവാൻ അവരെ പ്രാപ്തമാക്കിയത് ഈ ഒരു വിശ്വാസമാണ്, ഈ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. കർത്താവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള പ്രത്യാശ. എൻ്റെ കർത്താവ് വീണ്ടും വരും, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ഈശോ ആയിരിക്കുന്നിടത്ത് ഞാനും ആയിരിക്കേണ്ടതിന് അവൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഈ ഒരു പ്രത്യാശയാണ് സിംഹങ്ങൾ കടിച്ചു കീറുമ്പോഴും, നീറോയുടെ പൂന്തോട്ടങ്ങളിൽ വിളക്കുമരങ്ങളായി ആദിമ ക്രൈസ്തവർ നമ്മുടെ പിതാക്കന്മാരെ കുത്തിനിർത്തി അവരെ പച്ചയ്ക്ക് കത്തിക്കുമ്പോഴും പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ആ സഹനങ്ങളെ കൃപയായി സ്വീകരിച്ച് തങ്ങളുടെ രക്തസാക്ഷിത്വത്തിലൂടെ ഈശോയോടും സഭയോടുമുള്ള ആ സ്നേഹം വെളിപ്പെടുത്തിയതിന്റെ കാരണം ഈ പ്രത്യാശയാണ്. കർത്താവിന്റെ പ്രത്യാഗമനത്തിലുള്ള പ്രത്യാശ. മാറാനാത്ത കർത്താവേ വരണമേ, കർത്താവേ വരണമേ. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ പ്രത്യാശ ഇതായിരിക്കട്ടെ. കർത്താവിന്റെ രണ്ടാം വരവ് കെട്ടുകഥയല്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വചനത്തിൽ ഈശോ പറഞ്ഞു. എന്താ ഈശോ പഠിപ്പിച്ചത്? ഇത് ഈശോയുടെ വചനമാണ്. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഇത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് ആണ്. എല്ലാ സകല ദൂതന്മാരോടുകൂടി മഹത്വത്തിൽ കർത്താവ് എഴുന്നള്ളുമ്പോൾ കൊണ്ട്, മഹത്വത്തിൽ രാജാതിരാജാവായ കർത്താവ് എഴുന്നള്ളും. സഹോദരൻ, അതിന് തൊട്ടു മുൻപുള്ള കരുണയുടെ സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ കാലത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി അനുതാപത്തോടെ, മാനസാന്തരത്തോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം സഹോദരങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24-27 വീണ്ടും ഈശോ പറഞ്ഞു. എന്താ ഈശോ പറഞ്ഞത്? ഈശോ പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രന്റെ ആഗമനം എങ്ങനെയായിരിക്കും? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി
നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ വീണർ പോലെ വീണ്ടെടുപ്പീനായി യേശു വരും, യേശു വരും, യേശു വരും. അതിനൊരുക്കമായിട്ടാണ് തന്റെ കരുണ ഈ ലോകത്തിന് സമ്മാനമായി ഈശോ നൽകിയിരിക്കുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ആമേൻ, 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 ആമേൻ. യോഹന്നാൻ ശ്ലീഹ ആത്മാവിൽ കാണുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്? ഇതവൻ മേഘങ്ങളുടെ അകമ്പടിയോട് ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും, ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും, കർത്താവിനെ ദർശിക്കും, കർത്താവിനെ ദർശിക്കും. ആമേൻ, ആമേൻ. മേഘങ്ങളുടെ അകമ്പടിയോടുകൂടി രാജാതി രാജാവായ കർത്താവ് ആഗതനാകുകയാണ്. ഓരോ മിഴി അത് കാണും. സകല മനുഷ്യരും, എല്ലാ മനുഷ്യരും കർത്താവിൻ്റെ ആ മഹത്വപൂർണമായ 2-ാം വരവ് ദർശിക്കും. അത് ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് മീഡിയയുടെ ആവശ്യമില്ല, സാറ്റലൈറ്റിൻ്റെ ആവശ്യമില്ല. സ്വർഗം നേരിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാണ്, സംപ്രേഷണം ചെയ്യാണ്. ഈ ഈശോയുടെ സെക്കൻഡ് കമ്മിങ്, 2-ാം വരവ്, പ്രത്യാഗമനം വളരെ ലൈവായി ടെലികാസ്റ്റിംഗ് ആണ്. പരിശുദ്ധ വചനം പറയുന്നു, ഓരോ മിഴിയും അത് കാണും. എന്ത് കാണും? കർത്താവിന്റെ പ്രത്യാഗമനം. രാജാതി രാജാവായി തന്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ കർത്താവ് ആഗതനാകുന്നത് എല്ലാ ജനതകളും ദർശിക്കും, സകല മിഴികളും അത് കാണും. ആമേൻ, ആമേൻ, ആമേൻ എന്ന് പരിശുദ്ധ വചനം പറയാ. അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതാർക്കും മാറ്റാൻ പറ്റില്ല. ഒരു കോടതിക്കും ഒരു ഗവൺമെന്റിനും ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഈ വിശ്വാസ സത്യം, ഈ പരിശുദ്ധ വചനം മാറ്റുവാൻ സാധ്യമല്ല. ഇത് മുദ്രിത വചനമാണ്, മുദ്ര ചെയ്യപ്പെട്ട വചനമാണ്. സഹോദരങ്ങളെ, ദൈവ കരുണയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിന്റെ കരുണയിലേക്ക് ലോകം മുഴുവനെയും കൊണ്ടുവരേണ്ടതിൻ്റെ, ഒരാത്മാവിനെയും സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി നമ്മൾ ദൈവകരുണയുടെ പ്രേക്ഷിതരായി, പ്രഘോഷകരായി മാറണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ് സഹോദരങ്ങളെ. ഇന്ന് അനേകർക്ക് ഇതൊരു പുച്ഛമാണ്. കർത്താവിൻ്റെ പ്രത്യാഗമനം എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശയാണ്. കാരണം ഈ വിശ്വാസ സത്യത്തെ ഒരുപാട് ഇന്ന് പിശാച് വളച്ചൊടിച്ച് ജനഹൃദയത്തിൽ നിന്ന് ഈ വിശ്വാസ സത്യത്തെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അനേകരുടെ അവിവേകവും തെറ്റായ പഠനങ്ങളും സഭയ്ക്ക് വിരുദ്ധമായ ആശയങ്ങളും സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രബോധനങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആശയക്കുഴപ്പം സൃഷ്ടിച്ച ഒരു വിശ്വാസ സത്യമാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം. എന്നാൽ ഇത് സത്യമാണ് സഹോദരങ്ങളെ. സംശയിക്കരുത്, പുച്ഛിക്കരുത്, നമ്മളിതിനെ അപമാനിക്കരുത്, കളിയാക്കരുത്. പരിശുദ്ധ വചനം എന്താ പറയുന്നത്? പത്രോസ്ലിഹ സഭയെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം ഉച്ചത്തിൽ വായിച്ച്. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെയാണ് അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം? കർത്താവ് വീണ്ടും വരാനൊന്നും പോകുന്നില്ല. ഒത്തിരി നാളുകളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളും നമ്മളിന്ന് കാണുന്ന ആനുകാലിക വിഷയങ്ങളും കാലത്തിൻ്റെ അടയാളങ്ങളൊന്നും ഇതൊക്കെ നോർമലായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. കർത്താവൊന്നും വരാൻ പോകുന്നില്ല. ഇതൊക്കെ മണ്ടനാശയങ്ങളാണ്, ബുദ്ധിമോശമാണ്, വിവരമില്ലാത്തവര് അടിച്ചുവിടുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് സംശയിക്കും, അനേകർ ആശയക്കുഴപ്പത്തിലാക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം എവിടെയെന്നവർ ചോദിക്കും. ഈ തലമുറയിൽ ആയിരങ്ങളല്ല 10,000 ചോദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആഗമനം, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞ് ഇതിന് നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ദൈവനിന്ദകരെ നമ്മൾ ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകരുത് സഹോദരങ്ങളെ.
അവരെല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കണം. നമ്മൾ കർത്താവിൻ്റെ കരുണകടയിൽ മുക്കി പ്രാർത്ഥിക്കണം. മരിയ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞു, എൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കില്ല. ആരെല്ലാം ആ കരുണയിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു അവരെല്ലാം കർത്താവ് രക്ഷിക്കും. സഹോദരങ്ങളെ, ആ കുടുംബങ്ങളെ രക്ഷിക്കും, ആ സമൂഹങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഒരെത്ര കഠിന മാരക പാപികളാണെങ്കിലും അവർക്ക് അനുതാപം കർത്താവ് കൊടുക്കും, മാനസാന്തര കൃപ കർത്താവ് നൽകും. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവ്, സെക്കൻഡ് കമ്മിങ്, അതൊരു കെട്ടുകഥയല്ല. നമ്മൾ ലോകത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധ ക്ലേശങ്ങൾ നമുക്കറിയാം. ഒരുപാട് ക്ലേശത്തിൻ്റെ സമയമാണിത്. യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികൾ മൂലം ജനം പൊറുതിമുട്ടുകയാണ്. ഭക്ഷ്യവിഷയങ്ങൾ ഇന്നത്തെ ഒരു പ്രധാന ന്യൂസാണ്. ഇന്ത്യയിൽ എണ്ണ വേണ്ട വിധം ലഭിക്കുന്നില്ല. ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടും. പല രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ പോലെയുള്ള അവസ്ഥയിലേക്ക് പോയി. ഭക്ഷ്യപ്രശ്നങ്ങളുണ്ടാകും, വിലകയറ്റങ്ങളുണ്ടാകുന്നു, വരുമാനം കുറഞ്ഞു, ചെലവുകൾ ഒരുപാട് വർദ്ധിച്ചു. അതൊരു ദേശത്തൊരു രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ ജനം നട്ടം തിരിയുകയാണ്. സാമ്പത്തികമായ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിന് കൂടെ ചില പകർച്ചവ്യാധികൾ, യുദ്ധക്കെടുതികൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് വേണ്ട സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ലോകത്തിൻ്റെ ആശ്വാസം എടുത്തുമാറ്റപ്പെട്ടൊരവസ്ഥ. ഞാൻ വിശ്വസിക്കുന്നു ഇനി ലോകത്തിന് പഴയതുപോലെ ജീവിക്കാൻ പറ്റില്ല. ആഭ്യന്തര കലഹങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, ലോകത്തിൽ പല രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ, പല രാജ്യങ്ങളിലും ഇന്റേണലായി നടക്കുന്ന പല സമരങ്ങൾ, കലാപങ്ങൾ, വയലൻസ്. ലോകം ഇന്ന് ഒരുപാട് അസ്വസ്ഥമാണ്, കലുഷിതമാണ്. സഹോദരങ്ങളെ, ഇത് അവിചാരിതമല്ല. ഇതെല്ലാം കാലത്തിന്റെ അടയാളങ്ങളാണ്. ഇതെന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം, ദൈവകരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരേണ്ട സമയം, കർത്താവിന്റെ കരുണ കടലിൽ അസംഖ്യം ആത്മാക്കളെ മുക്കി പ്രാർത്ഥിക്കേണ്ട സമയം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. കൃപ ചൊരിയണമേ. നിങ്ങൾ ടെലിവിഷനിലൂടെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ കരുണ കൊണ്ട് എന്നെ പൊതിയണം, എന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണം, എന്റെ തലമുറകളെ സുഖപ്പെടുത്തണം, എന്റെ സഭയെ നവീകരിക്കണം, ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണം. കർത്താവിന്റെ കരുണയ്ക്ക് മാത്രമേ ഈ ലോകത്തെ മാറ്റുവാൻ സാധിക്കുള്ളൂ, ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുള്ളൂ, നമ്മുടെ ജീവിതങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ, നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കാൻ കർത്താവിന്റെ കരുണയ്ക്ക് മാത്രമേ സാധിക്കൂ. കരുണയ്ക്ക് മാത്രമേ സാധിക്കൂ. കർത്താവിന്റെ കാരുണ്യം ശാശ്വതമാണ്. 100-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം. കർത്താവിന്റെ കാരുണ്യം മാറ്റമില്ലാത്തതാണ്, അത് മാറിപ്പോകാത്തതാണ്, അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. ഈ വചനം വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്ന കർത്താവ്. വളരെ ക്ലേശങ്ങൾ നിറഞ്ഞൊരു സമയം. ഈ ക്ലേശപൂർണമായ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കരുണയിൽ അഭയം തേടണം, കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കണം. വേറെ ഒരു വഴിയില്ല സഹോദരങ്ങളെ. നിങ്ങളിതിന് പുച്ഛിക്കരുത്, നിസ്സാരമായി കാണരുത്. ഈ മെസ്സേജ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുമ്പോൾ ഇതിനെ ലാഘവമായി നിങ്ങൾ തള്ളിക്കളയരുതേ. ക്ലേശങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, സഹനങ്ങൾ നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ, കഷ്ടതകൾ നിറഞ്ഞ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കരുണയിൽ അഭയം തേടണം. കർത്താവിൻ്റെ കാരുണ്യത്തെ നമ്മൾ ആശ്രയിക്കണം. ദൈവകരുണയ്ക്ക് മാത്രമേ നമ്മെ നിലനിർത്തുവാനായിട്ട് സാധിക്കും. ബാക്കിയെല്ലാം മാറ്റപ്പെട്ടു പോകും, ബാക്കിയെല്ലാം എടുത്തു മാറ്റപ്പെടും. ഇത് മറക്കരുത്, നിങ്ങൾ മറക്കരുത്. പൗലോസ്ലീഹ സത്യം സഭയോട് പറഞ്ഞു. പ്രവചനാത്മാവിൽ പൗലോസ്ലീഹ എന്താ സഭയോട് പറഞ്ഞത്? തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും.
എത്ര ശക്തമാണ് ഈ വചനം. ക്ലേശപൂർണമായ സമയങ്ങൾ വരും. നമ്മളത് ആ ഈറ്റുനോവ് ആരംഭിച്ചു കഴിഞ്ഞ സഹോദരങ്ങളെ, യൂറോപ്പിലും അമേരിക്കയിലും ഇതിന് നമ്മുടെ നാട്ടിലും ലോകം മുഴുവനും പല വിധത്തിലുള്ള ക്ഷാമങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ. സയൻസ് അതിന് പറയും ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനമെന്ന്. എന്നാൽ പരിശുദ്ധ ബൈബിൾ വചനം പഠിച്ച് ഭക്ഷിച്ച് ധ്യാനിക്കുന്നവർക്ക് അറിയാൻ പറ്റും, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സയൻസിന് അതിന് ഒരുപാട് പേരുകൾ പറയാൻ പറ്റും, പ്രതിഭാസങ്ങൾ പറയാൻ പറ്റും. ദൈവവചനം ധ്യാനിക്കുന്നവർക്കും വചനം അറിയുന്നവർക്കും മനസ്സിലാകും ഇതൊന്നും അവിചാരിതങ്ങളല്ല, ഇതൊക്കെ പ്രപഞ്ച വ്യതിയാനങ്ങളുടെ സമയമാണ്. വെളിപാടിതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവമക്കളെ. ഇത് ചുമ്മാ കഥ പറയുന്നൊരു അനുഭവമല്ല. ദൈവത്തിന്റെ വചനം പരാജയപ്പെടില്ല. ആകാശം ഭൂമി മാറിയാലും കർത്താവിന്റെ വചനം മാറിപ്പോവില്ല. അത് മാറ്റമില്ലാത്ത വചനമാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ക്ലേശപൂർണമായ സമയങ്ങൾ, ഒട്ടും ചൂട്, എന്തൊരു ചൂടല്ല സഹോദരങ്ങളെ. നമ്മളങ്ങ് ടയേർഡായി പോവുക, അതുപോലെ ക്ഷീണിച്ച് അവശത വരുന്നു. ചില രാജ്യങ്ങളിൽ അതിശൈത്യം, അതികഠിനമായ തണുപ്പ്. ഓരോ വർഷം നമ്മുടെ ചൂട് വർദ്ധിച്ചു വരിക. സഹോദരങ്ങളെ, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. ക്ലേശപൂർണമായ സമയങ്ങൾ. ഇവിടെയെല്ലാം നമുക്ക് ആശ്രയിക്കുവാൻ, അഭയം തേടാൻ ഒന്നേയുള്ളൂ, കർത്താവിൻ്റെ കരുണ. കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കണം. വെളിപാട് പുസ്തകം 3:10 നിങ്ങൾ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ ഇതിന് അർത്ഥം മനസ്സിലാക്കണം. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും സഹോദരി ഇനിയുള്ള നാളുകളിൽ. ദുരന്തങ്ങളായും പ്രകൃതിക്ഷോഭങ്ങളായും യുദ്ധങ്ങളായും യുദ്ധക്കെടുതികളായും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളായും കലഹങ്ങളായും അതുപോലെ വയലൻസായും ഭീകര പ്രവർത്തനങ്ങളായും ഒരുപാട് ലോകത്തിൽ പല പകർച്ചവ്യാധികളായി പല വിനാശങ്ങൾ ലോകത്തിലുണ്ടാകും. പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് കർത്താവിൻ്റെ കരുണാർദ്രമായ ഹൃദയമാണ്. ആ കരുണയിലേക്ക്, ആ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് ആരെല്ലാം തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ അവർ സുരക്ഷിതരായിരിക്കും. വെളിപാട് പുസ്തകം 3:10 അപ്പോൾ അതിനെ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാൻ ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചേ. പരീക്ഷണങ്ങളുടെ വിവിധ പരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ ഭൂകമ്പങ്ങളായി, ഭൂമികുലുക്കങ്ങളായി, പകർച്ചവ്യാധികളായി, പ്രകൃതിക്ഷോഭങ്ങളായി, ഭീകര പ്രവർത്തനങ്ങളായി, കലഹങ്ങളായി, അക്രമങ്ങളായി, യുദ്ധക്കെടുതികളുമായി. എൻ്റെ സഹോദരങ്ങളെ, പലവിധ പരീക്ഷണങ്ങളിലൂടെ ലോകജനത കടന്നു പോകേണ്ട സമയങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ദൈവകരുണയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. വെറും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല ഇത്. നമ്മുടെ ആത്മരക്ഷയ്ക്കും അനേകരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കേണ്ട നാളുകള്, ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയം, കർത്താവിൻ്റെ കരുണയിൽ ഞാനും നിങ്ങളും അഭയം തേടേണ്ട സമയം, നമ്മൾ ആശ്രയിക്കേണ്ട സമയം. ഇത് പറയുമ്പോൾ ശക്തമായൊരു അനോയിന്റിങ്, അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കുന്നു. കർത്താവ് പലരെയും സ്പർശിക്കുന്നു. പലർക്കും ഈ കരുണയുടെ ഒരു സ്പാർക്ക് കൊടുക്കുന്നു. പലർക്ക് ഹീലിംഗ് കിട്ടുന്നു. പല ഹൃദയങ്ങളെയും കർത്താവ് തുറക്കുന്നതായി ഞാൻ കാണുന്നു. കർത്താവേ പ്രവർത്തിക്കണമേ, കർത്താവേ പ്രവർത്തിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരീക്ഷണങ്ങൾ, വിവിധങ്ങളായ പരീക്ഷണങ്ങൾ, ഇതെല്ലാം പരിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദനകളുടെ ആരംഭം, ഭീകര ദുരിതങ്ങളുടെ കാലം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് സഹോദരങ്ങളെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം
21-ാം വചനത്തിൽ ഈശോ പറയുന്നു, 24-21 എന്താണ് ഈശോ പറയുന്നത്? എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്ത ഉഗ്രമായ പീഡനം, ഉഗ്രമായ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ ആ നാളുകളിൽ ഉണ്ടാകും. ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്ത ഉഗ്രമായ പീഡനങ്ങൾ, ഉഗ്രമായ പീഡനങ്ങൾ അന്നുണ്ടാകും. എൻ്റെ സഹോദരങ്ങളെ, ക്ലേശപൂർണമായ സമയങ്ങൾ വരും, ക്ലേശപൂർണമായ സമയങ്ങൾ. ഈ സമയത്ത് നമുക്ക് അഭയമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹമാണ്. സകല ഭൂവാസികൾക്കും വിവിധങ്ങളായ പരീക്ഷണങ്ങൾ, വിവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇതിലൊന്നാണ് സഭയിലെ പല മിസ്റ്റേക്സുകൾക്കും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒന്നാണ് സഹോദരങ്ങൾ. എന്താണ്? ലോകത്തിലുണ്ടാകുന്ന പല പല പ്രതിസന്ധികളിൽ വെറുതെ പറയുന്ന പല മിസ്റ്റേക്സുകൾക്കും വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. 3 ദിവസം വരുന്ന കൂരിരുട്ട്, 3 ദിവസം ഉണ്ടാകുന്ന കൂരിരുട്ട്. അന്ന് നമുക്കറിയാം, മനുഷ്യൻ നിർമ്മിച്ച യാതൊന്നും പ്രകാശിക്കുകയില്ല, വെഞ്ചിരിച്ച മെഴുകുതിരികൾ മാത്രമാണ് പ്രകാശിതമാകുന്നത്. കർത്താവിനോട് ചേർന്ന് ജീവിച്ച, ദൈവകരുണയിൽ ആശ്രയിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലരാക്കിയ ജീവിതങ്ങളിലാണ്, അവരാണ് ആ മുദ്രിത ആത്മാക്കൾ. അവർക്കാണ് സംരക്ഷണ മുദ്രയുണ്ടാകുന്നത്. അവർ സംരക്ഷിക്കപ്പെടും. ലോകം ഇതുവരെ കാണാത്ത ഉഗ്രമായ അവസ്ഥകൾ ആ 3 ദിനങ്ങളിലൂടെ ലോകം കടന്നു പോകും. പൈശാചിക ശക്തികൾ കുടികുത്തി വാഴും. ഭൂകമ്പങ്ങളും അസ്വസ്ഥതകളും പ്രകൃതിക്ഷോഭ എന്നു വേണ്ട കൊടിയ തകർച്ചയുടെ സമയങ്ങൾ സഹോദരങ്ങൾ. ഈ സമയം കണ്ണുനീരോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ, കുടുംബങ്ങൾ, അപ്രകാരം കർത്താവിനോട് ചേർന്ന് ജീവിച്ചവരെല്ലാം സംരക്ഷിക്കപ്പെടും. ലോകത്തിന് വലിയ പരീക്ഷണത്തിൻ്റെ സമയങ്ങളാണ് ഇത്. വെറുതെ പറയുന്നതാണ്? ആണോ? അല്ല, വചനം പറയുന്നു, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങള്, വിവിധ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ലോക ജനത കടന്നു പോകും. ഒരു രാജ്യമോ ഒരു ദേശമോ ഒരു ഭൂഖണ്ഡമോ അല്ല, എല്ലാ ജനതകളും ഒരുപോലെ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അന്ന് നമ്മെ സംരക്ഷിക്കുന്നതും നമ്മെ നിലനിർത്തുന്നതും കർത്താവിന്റെ കരുണയാണ്, ദൈവകരുണയാണ്, ദൈവത്തിന്റെ കരുണയാണ്. ആ കാട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 3 ദിവസം ഉണ്ടാകുന്ന കൂരിരുട്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സഹോദരങ്ങളെ. അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് ഡിസ്പ്ലേ ചെയ്ത് എന്താ പറയുന്നതല്ലേ? പരിപൂർണമായ അന്ധകാരത്തിൽ 3 ദിവസം വസിക്കാൻ തയ്യാറായിരിക്കുക. പരിപൂർണ അന്ധകാരത്തിലെ, പരസ്പരം കാണാൻ പോലും പറ്റാത്ത അന്ധകാരം, കൂരിരുട്ട്. അന്ന് വെഞ്ചിരിച്ച മെഴുകുതിരികൾ പ്രകാശിതമാകും. ആ 3 ദിവസങ്ങൾ സമീപസ്ഥമാണ്. ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും സാധ്യമാകാതെ മരിച്ചതിന് തുല്യമായിരിക്കും ആ ദിവസങ്ങൾ. അതിൻ്റെ അന്ത്യത്തിൽ പ്രകാശം കടന്നു വരും. പക്ഷെ വളരെ പേരും ആ പ്രകാശം ദർശിക്കുവാൻ ശേഷിക്കുകയില്ല. അവരെല്ലാം ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോകും. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുദ്രയുള്ള മുദ്രിതാത്മാക്കൾ രക്ഷിക്കപ്പെടും. ആ കുടുംബങ്ങൾ ആ സമൂഹങ്ങൾ സംരക്ഷിക്കപ്പെടും. മക്കളെ, നമ്മളിതിന് അർത്ഥം മനസ്സിലാക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിന് ഗൗരവം മനസ്സിലാക്കി കർത്താവിൻ്റെ കരുണയിൽ അഭയം പ്രാപിക്കണം. വെറുതെ ഭൗതികമായ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലുന്നവരാകരുത്. ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരായി കർത്താവിൻ്റെ കാരുണ്യത്തെ നമ്മൾ അധപതിപ്പിക്കരുത്. അതിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിൽ നമ്മൾ അകന്നു പോകരുത്. ആ റിയൽ സ്പിരിറ്റ് നമ്മൾ തള്ളിക്കളയരുത്. കർത്താവിൻ്റെ കാരുണ്യം ആത്മാക്കളുടെ രക്ഷയിലാണ്. ആത്മാക്കളുടെ രക്ഷ. ഈ കൂരിരുട്ട് പരിശുദ്ധ വചനത്തിൽ കാണുന്നുണ്ട്. ഈജിപ്തിന്റെ മേൽ ആ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? 3 ദിവസമല്ലേ? പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21, 22, 23 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഉച്ചത്തിൽ വായിച്ച്. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക, ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ, തൊട്ടറിയാവുന്ന ഇരുട്ട്. മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി. ഈജിപ്ത് മുഴുവൻ
3 ദിവസത്തേക്ക് കൂരിരുട്ട് വ്യാപിച്ചു. അവർക്ക് പരസ്പരം കാണാൻ പറ്റാത്ത വിധ കൂരിരുട്ട്, യഥേഷ്ടം നീങ്ങാൻ സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൂരിരുട്ട്. സഹോദരങ്ങളെ, ഈജിപ്ത് മുഴുവൻ വ്യാപിക്കുകയാണ്. ഇതുപോലത്തെ 3 ദിവസം ലോകം മുഴുവൻ അതുപോലെ അന്ധകാരത്തിലാകും. പ്രാർത്ഥിക്കണം. ഇതൊന്നും ഒത്തിരി വിദൂരങ്ങളല്ല, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കാത്തിരിക്കേണ്ട വേദനകളുടെ ആരംഭം ആരംഭിച്ചു കഴിഞ്ഞു. ഈറ്റുനോവ് ആരംഭിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ പ്രത്യാഗമനത്തോട് ബന്ധപ്പെട്ട് ലോകത്തിൽ വെളിപ്പെടുന്ന പ്രതിഭാസങ്ങളുടെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെ സമയമാണ്. ദൈവകരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരേണ്ട സമയം. കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെട്ട് ജീവിക്കേണ്ട നാളുകൾ. ദൈവകരുണ ലോകത്തോട് പ്രഘോഷിക്കേണ്ട കൃപയുടെ സമയം. എന്താണ് ഈ കരുണയുടെ ലക്ഷ്യം സഹോദരങ്ങൾ? ദൈവകരുണയുടെ ലക്ഷ്യം എന്താണ്? പൗലോസിലെ സഭയെ പഠിപ്പിക്കുന്ന റോമക്കാർക്കുള്ള ലേഖനം റോമൻസ് ചാപ്റ്റർ 2:4 2:4 പരിശുദ്ധ വചനം പറയുന്നു, അത് അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അപ്പൊ ദൈവകരുണയുടെ ലക്ഷ്യം സഹോദരങ്ങളെ നമ്മുടെ അനുതാപമാണ്, മാനസാന്തരമാണ്. യെസ്, റിപ്പന്റൻസ്. അനുതപിക്കാത്ത ഒരു ആത്മാവിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകപ്പെടുകയില്ല. അനുതാപമില്ലാത്ത കുടുംബങ്ങളിൽ ദൈവകരുണ വസിക്കുകയില്ല. കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ ആ കുടുംബങ്ങൾക്ക് പറ്റുകയില്ല. അനുതാപമില്ലാത്ത, ഹൃദയകാഠിന്യം ബാധിച്ച സമൂഹങ്ങളിൽ, ജനതകളിൽ ദൈവകരുണ സ്വന്തമാക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. അനുതപിക്കുന്ന ജീവിതത്തിലാണ് കർത്താവിൻ്റെ കരുണ അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവകരുണ സ്വന്തമാക്കി ജീവിക്കാൻ കഴിയുന്ന ആർക്കാണ്? അനുതാപമുള്ള ആത്മാവിനെ, അനുതാപമുള്ള മാനസാന്തരത്തിന് കൃപയുള്ള ഒരു ആത്മാവിലാണ് ദൈവകരുണ വസിക്കുന്നത്. കരുണ അത് ഞാൻ 5, 10, 25 കരുണക്കൊന്ത ചൊല്ലിയതു. എനിക്ക് അനുതാപമില്ലാതെ, കർത്താവിനോട് സ്നേഹവും ഐക്യതയില്ലാതെ ഞാൻ ധാരാളം 25 കരുണക്കൊന്ത ഓരോ ദിവസം അത് വ്യർത്ഥമാണ് സഹോദരങ്ങളെ. അതിന് പവറില്ല. ഞാനും നിങ്ങളും യാചിക്കുന്ന ദൈവകരുണയുടെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ എന്റെയും നിന്റെയും ജീവിതം അനുതാപത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട ജീവിതമാകണം. യെസ്, സ്പിരിറ്റ് ഓഫ് റിപ്പന്റൻസ്. അനുതാപത്തിന്റെ ആത്മാവ്, മാനസാന്തരത്തിന്റെ കൃപ എന്നിലും നിന്നിലും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവകരുണയുടെ ഒരു ലക്ഷ്യമില്ല. ആത്മാവിന്റെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ, ഇതാണ് ദൈവകരുണയുടെ ലക്ഷ്യമെന്ന് ദൈവത്തിൻ്റെ, ഇത് ജീവനുള്ള വചന സഹോദരങ്ങളെ, ഇത് സത്യത്തിൻ്റെ വചനമാണ്, കൃപയുടെ വചനമാണ്. ഈ വചനം പരാജയപ്പെടുന്നില്ല, ഈ വചനം മാറിപ്പോകുന്നില്ല. നീ ഇത് വിശ്വസിക്കണം. നമുക്കുള്ള ദൂതായത്. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് ഈശോ വീണ്ടും പറഞ്ഞു, 965 ഖണ്ഡികയിൽ എന്താണ് ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞത്? ആത്മാക്കളെ എൻ്റെ വലിയ കരുണയെപ്പറ്റി അറിയിക്കുക. എന്തെന്നാൽ എൻ്റെ നീതിയുടെ ഭീകരദിനം അടുത്തിരിക്കുന്നു. ആത്മാക്കളെ എൻ്റെ വലിയ കരുണയെപ്പറ്റി അറിയിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഈ ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതാണ് കർത്താവിന് നമ്മോട് പറയാൻ, എൻ്റെ കരുണയെപ്പറ്റി നീ ലോകത്തെ അറിയിക്കുക. ജനലക്ഷങ്ങളോട് എൻ്റെ കരുണയെപ്പറ്റി നീ സംസാരിക്കുക. എൻ്റെ കരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരിക. അപ്പോൾ ദൈവകരുണ നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? അനുതാപവും മാനസാന്തരവുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ കരുണ, ദൈവകരുണയുടെ തിരുനാൾ നാളെ ആഗോള സഭയിൽ ആഘോഷിക്കുമ്പോൾ, അപ്പം ഞായറാഴ്ചയാണ്. നമ്മുടെ പിതാവായ തോമാശ്ലീഹ വിശ്വാസം ഏറ്റുപറഞ്ഞ ദിവസമാണ്. എൻ്റെ സഹോദരങ്ങളെ,
ഈ കൃപയുടെ ദിനത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ് കർത്താവിൻ്റെ കരുണ നിന്നോട് ആവശ്യപ്പെടുന്നത്? അനുതാപമാണ്, മാനസാന്തരമാണ്. അനുതാപവും മാനസാന്തരം. അതുകൊണ്ട് ഈശോ പറഞ്ഞത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാമത്തെ വചനം നമുക്ക് സുപരിചിതമായ വചനമാണ്. ഉച്ചത്തിൽ വായിച്ചേ. അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. കണ്ടു, അനുതാപമില്ലാതെ ഞാൻ എന്തുമാത്രം കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാലും ദൈവകൃപ എൻ്റെ മേൽ വ്യാപരിക്കുകയില്ല. അനുതാപമില്ലാത്ത കുടുംബത്തിൽ വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ബുദ്ധി, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? കരുണ നിന്റെ മേൽ ഒഴുകില്ല സഹോദരങ്ങളെ. ദൈവകരുണ അനുഭവിക്കണമെങ്കിൽ നിരുപാധികം ക്ഷമിക്കണം, അനുതാപമുണ്ടാവണം, മനസാന്തര കൃപയുണ്ടാകണം. ഇല്ലെങ്കിൽ പാറപ്പുറത്ത് വീണ വിത്തിനെ പോലെയാകും, മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകളെ പോലെയാകും നമ്മുടെ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? ഒരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് കൃപ സ്വീകരിക്കാൻ പറ്റില്ല, അഭിഷേകത്തിൽ വളരാൻ പറ്റില്ല, വചനം ജീവിക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവർത്തനം 17:30 ഇത് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും അനുതപിക്കണമെന്ന് കർത്താവ് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഈ ദൈവകരുണയുടെ തിരുനാൾ എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത്? റിപ്പന്റ്, അനുതപിക്കുക. ഞാനും നിങ്ങളും അനുതപിക്കണം. നമ്മുടെ കുടുംബങ്ങൾ അനുതപിക്കണം, നമ്മുടെ സഭ അനുതപിക്കണം. കർത്താവിനെതിരെ കാണിച്ച നിന്ന അപമാനങ്ങൾ, കർത്താവിനേറ്റ അവഹേളനങ്ങൾ, കർത്താവിന് ഹൃദയത്തിന് നമ്മൾ ഏൽപ്പിച്ച മുറിപ്പാടുകൾ, നൊമ്പരങ്ങൾ നമ്മൾ അനുതപിക്കണ്ടേ. അതിനെയോർത്ത് അനുതപിക്കണ്ടേ. അനുതാപമില്ലാതെ കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ പറ്റൂ? അനുതാപമില്ലാത്ത ജീവിതത്തിൽ ദൈവകരുണ ഒഴുകപ്പെടൂ? ഒരിക്കലുമില്ല. ആരും സംശയിക്കേണ്ട, സാധ്യമല്ല സഹോദരങ്ങൾ, സാധ്യമല്ല. കാരണം വചനത്തെ പഠിപ്പിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു. വചനത്തിന് വിരുദ്ധമായി ഒരിക്കലും പരിശുദ്ധാത്മ പ്രവർത്തിക്കില്ല. അവൻ വചനത്തിൻ്റെ ആത്മാവാണ്, വചനത്തിൻ്റെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ യാചിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തെ, കുടുംബങ്ങളെ, നമ്മുടെ മക്കൾ, യുവജനങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ സഭ, ലോകം മുഴുവൻ, ലോകരാജ്യങ്ങൾ, എല്ലാ ജനതകളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. ആ കരുണക്കടലിൽ മുക്കി നമ്മൾ പ്രാർത്ഥിക്കുക. ആ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ആരും നശിച്ചു പോകാത്ത കർത്താവിൻ്റെ കരുണയ്ക്ക്, ആരെല്ലാം ഈ കരുണയിലേക്ക് സമർപ്പിക്കപ്പെടുന്നു അവരാരും നഷ്ടപ്പെട്ടു പോവില്ല എന്നുള്ള കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു ലോകരാജ്യങ്ങളെ സമർപ്പിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും വിട്ടൊഴിഞ്ഞു പോകട്ടെ. യുദ്ധപ്രിയര് ചിതറിക്കപ്പെടട്ടെ. കർത്താവിന്റെ കരുണയാൽ ലോകം ശുദ്ധീകരിക്കപ്പെടട്ടെ. സഭ നവീകരിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. തലമുറകൾ സൗഖ്യം പ്രാപിക്കട്ടെ. വ്യക്തി ജീവിതങ്ങൾ ആത്മശക്തിയാൽ നിറയട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, ഹൃദയം തുറന്നൊരു മനസ്സോടെ എല്ലാം മറന്ന് കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി, ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന യേശുവേ, ഈശോ, ഈശോയേ, കുടുംബങ്ങളിലേക്ക് കരുണ ചൊരിയണമേ. കരുണ, കരുണ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മടുത്തു പോകരുത്. ഹൃദയം തുറന്ന് വിളിക്കേ, വിശ്വാസത്തോടെ വിളിക്കേ. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കേ. ദൈവ കരുണയ്ക്ക് വേണ്ടി കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവ കരുണയാൽ തലമുറകളെ സുഖപ്പെടുത്തണമേ. കർത്താവ് ഞങ്ങളുടെ കാരുണ്യത്താൽ സഭയെ നവീകരിക്കണമേ. ലോക ജനതകളിൽ സമാധാനം നൽകണമേ. ലോകരാജ്യങ്ങളെ ശുദ്ധീകരിക്കണമേ. ലോകരാജ്യ തലവന്മാരെ അഭിഷേകം ചെയ്യണമേ. ലോകത്തിൽ ഭരണകൂടങ്ങളെ കർത്താവേ അവിടുന്ന് മുദ്ര ചെയ്യണമേ. സ്തുതിക്കുന്നു. കഠിന പാപികൾ മാനസാന്തരപ്പെടണമേ. മാരക പാപികളെ സമർപ്പിക്കുന്നു. അനുതാപമില്ലാത്ത ആത്മാക്കളെ സമർപ്പിക്കുന്നു. മാനസാന്തരങ്ങൾ നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ജഡബാബുദ്ധി ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു. സ്നേഹം തണുത്തുപോയ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ക്രൂരന്മാരായ
ആത്മാക്കള്, എടുത്തുചാട്ടക്കാരെ, നന്ദിയില്ലാത്തവരെ, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ ആത്മാക്കള്, അഹങ്കാരികള്, സ്വാർത്ഥരെ, ധനമോഹികള് കർത്താവെ സമർപ്പിക്കുന്നു. കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ, കരുണ വർഷിക്കണമേ. ഇരുകരമൊഴി ഒറ്റ വിളി യേശുവേ. നിമിഷകരങ്ങൾ കോർത്ത് പിടിച്ച്, കൈകൾ കോർത്ത് പിടിച്ച്, പരിശുദ്ധനായ ദൈവമേ, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു പാടുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പാടുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, കരുണ ഒഴുകട്ടെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ, 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 ആമേൻ. ദൈവകരുണ ഒന്നാമതായി നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ അനുതാപവും മാനസാന്തരവുമാണ്. രണ്ടാമതായി സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ പ്രസാദവരത്തിലായിരിക്കുക, വരപ്രസാദ സമൃദ്ധിയിലായിരിക്കുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കുക. ദൈവത്തിൻ്റെ കരുണ നമ്മോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ്: പ്രസാദവരത്തിലായിരിക്കുക. നമ്മൾ എന്തുമാത്രം പ്രസാദവര സമൃദ്ധിയിലായിരിക്കുന്നുവോ അത്രമാത്രം കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ നമുക്ക് പറ്റുകയാണ്. വിശുദ്ധിയില്ലാത്ത, ലൗകികതയിലും ജഡികതയിലും പിശാച് ബന്ധിച്ച ഒരു ആത്മാവിനെ കരുണയും കൃപയും സ്വീകരിക്കാൻ എളുപ്പമല്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നമ്മൾ കഠിന പാപികൾ, മാരക പാപികൾ, ജഡപാപത്തിൽ ജീവിക്കുന്നവർ, ലോകത്തിന് സുഖലോലുപതയ്ക്ക് വേണ്ടി മാത്രം പരക്കം പായുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രസാദവരത്തിൽ നമ്മളായിരിക്കണം. ലോകത്തിൽ നിന്ന് കാണുന്ന ഈ അടയാളങ്ങൾ, കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്താ നമ്മോട് പറയുന്നത്? ഇത് വിശുദ്ധിയുടെ ആത്മാവിൽ ദൈവജനം ജീവിക്കേണ്ട സമയമാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരി സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ആത്മാവിൽ നമ്മുടെ കുടുംബങ്ങൾ നിറയണം. വിശുദ്ധിയുടെ ആത്മാവിൽ നമ്മുടെ സഭാ സമൂഹങ്ങൾ ജ്വലിക്കണം. വിശുദ്ധിയുടെ ആത്മാവിൽ നമ്മുടെ സഭ നവീകരിക്കപ്പെടണം. എല്ലാ ജനതകളിലേക്കും ഈ ഒരു കൃപ വ്യാപരിക്കണം. അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ദൈവകരുണയ്ക്ക് വേണ്ടി. ദാനിയേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുന്നുണ്ട്. 12-ാം അധ്യായം 10-ാം വചനത്തിൽ നിങ്ങൾ ഉച്ചത്തിൽ വചനം വായിക്കുക. ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ദൈവകരുണയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്ന സഹോദരങ്ങളെ. നമ്മൾ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവിൻ്റെ സ്നേഹം, ആ കമ്പാഷൻ, ആ മനസ്സലിവ് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ വചനം പറയുകയാണ്, അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ആരാണ് ഈ അവരെ? ഈ അടയാളങ്ങളിലൂടെ സ്വർഗം തരുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ താക്കീതുകൾ മനസ്സിലാക്കുന്നവർ. അവർ പാപം ഉപേക്ഷിക്കും, അവർ വക്രത ഉപേക്ഷിക്കും, വെറുപ്പ് ഉപേക്ഷിക്കും, അവർ ക്ഷമിക്കാൻ തയ്യാറാകും.
അഹങ്കാരം ഉപേക്ഷിക്കും, എളിമപ്പെടാൻ തയ്യാറാകും, ആമേൻ. ജഡിക പാപങ്ങൾ ഉപേക്ഷിക്കും, ആമേൻ. അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകും. സ്നേഹത്തിൽ വളരുവാൻ, വചനം മുറുകെ പിടിക്കുവാൻ അവർ സമർപ്പണമുള്ളവരാകും. പരിശുദ്ധ വചനം പറയുക, ദൈവജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കേണ്ട ഈ 2026 ദൈവകരുണയുടെ തിരുനാൾ നമ്മോട് പറയുന്ന സത്യം ഇതാണ്. ഇത് ശുദ്ധീകരണത്തിന്റെ സമയമാണ്. കർത്താവിന്റെ കാരുണ്യമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. എല്ലാ ശുദ്ധികളിൽ നിന്നും നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ആമേൻ. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ. ആമേൻ. ഓ സ്തുതിക്കുന്നു, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വെണ്മയുള്ളവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവർ ഗ്രഹിക്കുകയില്ല. ജ്ഞാനികൾ ഇതെല്ലാം ഗ്രഹിക്കും. ജ്ഞാനികൾ ഗ്രഹിക്കും. സഹോദരൻ, ജഡീക മനുഷ്യർക്ക്, ലൗകിക മനുഷ്യർക്ക് ഈ ദൈവകരുണയുടെ മഹത്വം മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുമാത്രം കരുണയെക്കുറിച്ച് പ്രസംഗിച്ചാലും അവരുടെ ഹൃദയകാഠിന്യം മാറിപ്പോവില്ല. കാരണം അവർക്ക് ദൈവാശ്രയത്വം ഇല്ലാത്തൊരവസ്ഥ. ദൈവകരുണയിൽ ശരണപ്പെടാൻ അവർക്ക് ഒരു മനസ്സുമില്ല. വചനം പഠിപ്പിക്കുക, അവർക്കിതൊന്നും മനസ്സിലാവില്ല. ഈ അടയാളങ്ങളെ മനസ്സിലാവില്ല. ദൈവസ്നേഹത്തിന്റെ താക്കീതുകൾ മനസ്സിലാവുകയില്ല. ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകൾ മനസ്സിലാവുകയില്ല. ദൈവകരുണയുടെ മഹത്വം മനസ്സിലാവില്ല. അവർ പാപത്തിലും സുഖലോലുപതയിലും ലൗകികതയിലും ജഡികതയിലും എല്ലാവിധ മ്ലേച്ഛതയിലും അരാജകത്വത്തിലും അവർ ഇങ്ങനെ സുഖിച്ചു ജീവിക്കും. അവർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ജ്ഞാനികൾ ഇത് ഗ്രഹിക്കും. കർത്താവിന്റെ കരുണയുടെ ആവശ്യം, ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ടതിൻ്റെ പ്രാധാന്യത, കർത്താവിൻ്റെ കരുണയിൽ അഭയം തേടേണ്ടതിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കും. സഹോദരി സഹോദരങ്ങളെ, ഇതറിയാത്ത ജീവിതങ്ങളായി നമ്മൾ മാറരുത്. എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വെളിപാട് പുസ്തകം 22:14 വചനത്തിൽ ഇതേ സത്യമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ കരുണ നമ്മിൽ ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ അങ്കികളെ കഴുകി വെളുപ്പിക്കുകയാണ് ദൈവകരുണ നമ്മിൽ ചെയ്യുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ സഭയിൽ, ലോകം മുഴുവനിലും കർത്താവിന്റെ കരുണ ചെയ്യുന്നത് ഈ ശുദ്ധീകരണത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കേണ്ട സമയമാണിത്. അതാണ് ദൈവകരുണ നമ്മോട് ആവശ്യപ്പെടുന്നത്. കർത്താവിന്റെ കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വെറും ഭൗതികതയ്ക്ക് വേണ്ടി ഈ കരുണയുടെ ജപമാല ചൊല്ലിക്കൂട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല സഹോദരങ്ങളെ. നിന്റെ അങ്കി കഴുകി ശുദ്ധിയാക്കുന്നതിൽ നീ ശ്രദ്ധയുള്ളവനാണോ? നീ ഉത്സാഹിയാണോ? അതിൽ ജാഗ്രത എനിക്കും നിനക്കുണ്ടോ? അതിൽ സൂക്ഷ്മതയുള്ളവരാണോ നമ്മൾ? ശ്രദ്ധയുള്ളവരാണോ നമ്മൾ? കർത്താവേ, ഇന്ന് എൻ്റെ അങ്കിയുടെ അവസ്ഥ എന്താണ്? ഞാൻ ഇതിന് വെണ്മയുള്ളതാക്കിയിട്ടുണ്ടോ? എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? കർത്താവ് ഇന്ന് എന്നെയും നിന്നെയും വിളിച്ചാൽ നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? അത്ര എളുപ്പമല്ല സഹോദരങ്ങളെ. തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ അവരാണ് ബ്ലെസ്സഡ്, അവരനുഗ്രഹീതരാണ്, ഭാഗ്യപ്പെട്ടവരാണ്. ഈ ദൈവകരുണയുടെ തിരുനാൾ നമുക്ക് തരുന്ന സന്ദേശം അതാണ്. ഇത് അങ്കികൾ കഴുകി ശുദ്ധിയാക്കേണ്ട സമയമാണ് സഹോദരൻ, സമയം. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനമായി നിങ്ങൾ മരിയ ഫൗസ്റ്റീൻ ഡയറി കുറിപ്പിൽ 1146 ഖണ്ഡികയിൽ എന്താണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്? നിങ്ങൾ ഉണർവോടെ ശ്രദ്ധയുടെ ഉച്ചത്തിൽ ഈ മെസ്സേജ് വായിച്ച്, എൻ്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. പാപികൾക്ക് വേണ്ടി എൻ്റെ കരുണയുടെ സമയം ഞാൻ നീട്ടിയിരിക്കുന്നു. എൻ്റെ സന്ദർശനത്തിൻ്റെ ഈ സമയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ദുരിതം. അതുകൊണ്ട് ഈശോ പറഞ്ഞത്,
എൻ്റെ കരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരിക. ഇന്ന് കർത്താവിൻ്റെ വേദന എന്താണ്? കർത്താവിൻ്റെ നിലവിളി എന്തിനു വേണ്ടിയാണ്? കർത്താവ് ഇന്ന് നൊമ്പരപ്പെട്ട് കരയുന്നത് ആർക്കു വേണ്ടിയാണ് സഹോദരങ്ങളെ? നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വചനത്തിൽ കുരിശിൽ കിടന്ന് യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അതിനർത്ഥം എന്താ? എനിക്ക് ആത്മാക്കളെ തരിക, എനിക്ക് ആത്മാക്കളെ തരിക. ദൈവകരുണയുടെ പ്രേക്ഷിതരായി സ്വന്തം ആത്മാവിൻ്റെ രക്ഷ ഉറപ്പ് വരുത്തി അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാശ്ചിത്തം ചെയ്യുകയും പരിഹാരം ചെയ്യേണ്ട സമയമാണ്. നമ്മുടെ സഭയുടെ നവീകരണം, ലോകത്തിൻ്റെ വിശുദ്ധീകരണം, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും പങ്കുവെക്കലിൻ്റെയും സമൃദ്ധി ഉണ്ടാകാൻ, നമ്മുടെ തലമുറകൾ സൗഖ്യം പ്രാപിക്കാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കേണ്ട സമയം. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല സഹോദരങ്ങളെ. ഈ സത്യം മനസ്സിലാക്കി ഏറ്റവും ഒരുക്കത്തോടെ നമുക്ക് നാളെ ഇത്തിരുന്നാൾ സാഘോഷം ആഘോഷിക്കാം. കർത്താവിൻ്റെ കരുണയുടെ യഥാർത്ഥ ചൈതന്യ, റിയൽ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട്, ആ ചൈതന്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അനേകരെ ദൈവകരുണയിലേക്ക് നയിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായിട്ട് മാറാം. നിങ്ങൾക്കേവർക്കും ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയുടെ പ്രേക്ഷിതരായി ലോകം മുഴുവനെയും ദൈവകരുണയിലേക്ക് നയിക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രേക്ഷിതരായി നമുക്ക് മാറാം. അതിനായി കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.